ബ്ലഡ് റിപ്പോർട്ടിൽ കൊളസ്ട്രോൾ 220 എന്ന് അല്ലെങ്കിൽ 220 എന്ന് കണ്ടപ്പോൾ പേടിച്ചിട്ടുണ്ടോ? പക്ഷേ ഒരു കാര്യം അറിയാമോ? ഒരു നമ്പർ മാത്രം നോക്കി കൊളസ്ട്രോൾ വിലയിരുത്താൻ പറ്റില്ല. HDL, LDL, ട്രൈഗ്ലിസറൈഡ് എല്ലാം കൂടി നോക്കിയാലേ ശരിയായ ചിത്രം കിട്ടുകയുള്ളൂ. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ലിപ്പിഡ് പ്രൊഫൈൽ എന്നത് നമ്മുടെ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് പരിശോധിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ഹൃദ്രോഗത്തിനുള്ള സാധ്യത വിലയിരുത്താൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് കാണുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ എല്ലാവരും ബ്ലഡ് കൊളസ്ട്രോൾ ഒക്കെ നോക്കുന്നതാണ്. അതിനകത്ത് 4 കാര്യങ്ങളാണ് ഇതിനകത്ത് അറിയുന്നത്. ടോട്ടൽ കൊളസ്ട്രോൾ, മൊത്തം കൊളസ്ട്രോളിൻ്റെ അളവാണിത്. സാധാരണയായി 200 ml 200 ml/dl ആണ്. അതിന് താഴെ ഇരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കി ആരോഗ്യനില തീരുമാനിക്കാനാവില്ല. അടുത്ത തന്നെ LDL കൊളസ്ട്രോൾ. ഇതാണ് പലരും ബാഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത്. LDL കൂടുതലായാൽ രക്തക്കുഴലുകളിൽ കൊഴുപ്പഴിഞ്ഞുകൂടി ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പൊതുവെ 100 mg/dl താഴെയാണ് ഇത് നല്ലതായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയവർക്ക് അതിൻ്റെ അളവ് വ്യത്യാസം വരാം. അടുത്തതാണ് HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതാണ് ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കരളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ HDL സഹായിക്കുന്നു. പുരുഷന്മാരിൽ ഇത് 40 mg/dl മുകളിലും സ്ത്രീകളിൽ 50 അത് 50 mg/dl മുകളിലുമായിരിക്കുന്നതാണ് നല്ലത്. അടുത്തതാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൽ ഊർജ്ജം സംഭരിക്കുന്ന ഒരുതരം കൊഴുപ്പാണ്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയും മധുരപാനീയങ്ങളും അമിത ഭക്ഷണവും വ്യായാമക്കുറവും ട്രൈഗ്ലിസറൈഡ് ഉയരാൻ കാരണമാകും. സാധാരണയായി 150 mg/dl താഴെയായിരിക്കാൻ, എന്ന് വെച്ചാൽ 150 mg/dl താഴെ ഇരിക്കാനാണ് ഇത് നല്ലത് ശ്രമിക്കാൻ വേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. റിപ്പോർട്ടിൽ ഒരു വാല്യൂ അല്പം കൂടിയെന്ന് കണ്ടാൽ മാത്രം മരുന്ന് തുടങ്ങണമെന്നില്ല. നിങ്ങളുടെ പ്രായം, പ്രമേഹം, രക്തസമ്മർദ്ദം, പുകവലി, കുടുംബചരിത്രം, മറ്റ് രോഗങ്ങൾ എന്നിവയെല്ലാം കൂടി വിലയിരുത്തിയതിന് ശേഷമാണ് ചികിത്സ തീരുമാനിക്കുന്നത്. അതിനാൽ റിപ്പോർട്ട് സ്വയം വ്യാഖ്യാനിച്ച് പേടിക്കാതെ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക അത്യാവശ്യ കാര്യമാണ്. ലിപ്പിഡ് പ്രൊഫൈൽ എന്നത് ഒരു നമ്പർ മാത്രമല്ല, ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന സൂചന കൂടിയാണ്. നിങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയിരുന്നോ? നിങ്ങൾക്ക് അത് വായിക്കാനോ അത് മനസ്സിലാക്കാനോ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ആൾ.